ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം. നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന് പലരും അഭിമാനിക്കാറുണ്ട്. അപ്രകാരത്തിൽ അഭിമാനത്തോടുകൂടി ചെയ്യുന്ന ആ കർമ്മം ഉദ്ദിഷ്ടമായ ഫലപ്രാപ്തി നേടുകയില്ല. കാരണം ദാനത്തിൽ നമുക്ക് അഹങ്കാരം വന്നാൽ, ദാനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ഞാനാണിത് ചെയ്യുന്നത് എന്ന ബോധം വന്നാൽ ആ കർമ്മം ദുഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു കവി പറയുകയാണ്, ദാനത്തിൽ ഞാനെന്ന ഭാവം വന്നാൽ ചെയ്യുന്ന കർമ്മം ദുഷിക്കും, സ്ഥാനത്തിനും സ്വർഗഭേദത്തിനും നമ്മൾ ചെയ്യുന്നതും സ്വാർത്ഥകർമ്മം. സ്ഥാനമാനങ്ങൾ നേടുന്നതിനും വേണ്ടി, അതുപോലെ സ്വർഗസുഖത്തിനും വേണ്ടി പല കർമ്മങ്ങളും ചെയ്യാറുണ്ട്. ആ കർമ്മങ്ങളെല്ലാം സ്വാർത്ഥകർമ്മമാണ്. ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് സ്വാർത്ഥകർമ്മമാണ്. സ്വാർത്ഥകർമ്മം നമ്മെ ദൂഷിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. കർമ്മം കൊണ്ട് നാം നേടേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി, ചിത്തശുദ്ധിയാണ് കർമ്മത്തിൻ്റെ പരമമായ ഉദ്ദേശം. മനസ്സ് ശുദ്ധീകരിക്കുന്നത് നിഷ്കാമകർമ്മത്തിൽ കൂടിയാണ്. കാമന കൂടാതെ, ഫലേച്ഛ കൂടാതെ, കർത്തൃത്വ ബുദ്ധി കൂടാതെ, ഞാൻ ചെയ്യുന്നു എന്ന ഭാവം കൂടാതെ, ഇന്ന ഫലം കിട്ടണം എന്ന മോഹമില്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും ഈശ്വര പ്രീതിക്ക് ചെയ്യുന്ന യജ്ഞസമാനമാണ്. നാം ഇവിടെ കർമ്മമല്ല ചെയ്യേണ്ടത്, യജ്ഞമാണ് അനുഷ്ഠിക്കേണ്ടത്. യജ്ഞം എന്ന് പറയുമ്പോൾ നാം വിചാരിക്കും ഒരഗ്നികുണ്ഡം ഉണ്ടാക്കി ആ അഗ്നികുണ്ഡത്തിൽ ഹവിസർപ്പിക്കുന്നത്, എണ്ണ, നെയ്യ്, തേൻ മുതലായ സാധനങ്ങൾ അർപ്പിക്കുന്നതാണ് യജ്ഞം എന്ന് ധരിക്കും. അത് ഒരു യജ്ഞമാണെങ്കിൽ തന്നെയും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർത്തൃത്വ ബുദ്ധിയും ഫലേച്ഛയും ഇല്ലാതെ നാം ഏത് കർമ്മം ചെയ്താലും അത് യജ്ഞമാണ്. അടിച്ചു വാരുന്നതും, കഷ്ണം നുറുക്കുന്നതും, ചോറ് വയ്ക്കുന്നതും, കുട്ടിയെ കുളിപ്പിക്കുന്നതും എന്ന് വേണ്ട, എല്ലാം തന്നെ ഈശ്വര ഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം യജ്ഞമാണ്. അത്തരത്തിലുള്ള യജ്ഞം ചെയ്യാനാണ് നമ്മോട് ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത്. അതാണ് ദാനത്തിൽ ഞാൻ എന്ന ഭാവം വന്നാൽ, ഞാൻ ദാനം ചെയ്തു, ഞാനാണ് അത്രയും കൊടുത്തത്, ഞാൻ ഇന്നെൻ്റെ ദാനങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് എന്ന അഹന്ത. ഒരിക്കൽ ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. നൃഗരാജൻ, അദ്ദേഹം ധാരാളം ദാനം ചെയ്യും. ആ ചെയ്ത ദാനത്തിലെല്ലാം അഭിമാനിക്കുകയും ചെയ്യും. ഒന്നാമത്തെ പ്രസവത്തിൽ നല്ല പാലുള്ള പശു, ആരോഗ്യമുള്ള പശുക്കൾ കുമ്പും കുളമ്പും സ്വർണം കെട്ടി അത് ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യും, അർഹരായ വ്യക്തികൾക്ക് ദാനം ചെയ്യും. അങ്ങനെ ഞാൻ ഇത്രയും ദാനം ചെയ്തവനാണ് എന്ന അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു രാജാവ് ഒരു ബ്രാഹ്മണന് ഒരു പശുവിനെ കൊടുത്തു. ആ പശു ആ തൊഴുത്തിൽ നിന്നും കയറ് പൊട്ടിച്ച് അവിടെ നിന്നും പലായനം ചെയ്തു. രാജാവിൻ്റെ തൊഴുത്തിൽ ആ പശു വന്ന് താമസിച്ചു. രാജാവ് ഈ സത്യം അറിയാതെ ആ പശുവിനെ വേറെ ഒരു ബ്രാഹ്മണന് കൊടുത്തു. ആ രണ്ടാമത്തെ ബ്രാഹ്മണൻ ആ പശുവിനെയും കൊണ്ട് പോകുമ്പോൾ ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, ഇതെൻ്റെ പശുവാണല്ലോ, എനിക്ക് കഴിഞ്ഞ ദിവസം മഹാരാജാവ് ദാനം ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് അങ്ങയുടേതാകുന്നത്? ഇതെൻ്റേതാണല്ലോ, എനിക്കിപ്പോൾ രാജാവ് തന്നതാണ് എന്ന്. അങ്ങനെ രണ്ടുപേരും ഷണ്ട കൂടി മഹാരാജാവിൻ്റെ അടുത്തെത്തി രാജാവിനോട് ആവലാതി ബോധിപ്പിച്ചു. രാജാവ് അപ്പോൾ പ്രായശ്ചിത്തം, ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ ഒരു പശുവിനെ ഉപേക്ഷിച്ചാൽ അവർക്ക് ഞാൻ 1000 പശുക്കളെ തരാം, അതുകൊണ്ട് ഈ പശുവിനെ നിങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പശുവിനെ മതി, വേറൊരു പശു വേണ്ട. ഒറ്റ ചുരുക്കി പറഞ്ഞാൽ അതിന് ശേഷം രാജാവിന്
ആ ദുഃഖത്തിൽ ഞാൻ ചെയ്ത ആ ദാനം ഇത്രയും പഴച്ചുപോയല്ലോ എന്ന നിലയിൽ രാജാവിനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പേ രാജാവ് മരണപ്പെട്ടു. ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അനേക ആണ്ടുകൾ ഒരു ഓന്തായി ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ആ ബ്രാഹ്മണരോട് പറഞ്ഞു, പ്രായശ്ചിത്തം തരണേ എന്ന് ആദ്യമേ അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും അവർ കരിഞ്ഞ് ആ ബ്രാഹ്മണൻ പറഞ്ഞു, അനവധി കാലം അങ്ങ് ദുരിതം അനുഭവിച്ച് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം കിട്ടിയാൽ അങ്ങയ്ക്കും ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃഷ്ണൻ അവതരിച്ച കാലത്ത് കുട്ടികളെല്ലാം പന്ത് കളിക്കുമ്പോൾ അവരുടെ ഒരു പൊട്ടക്കിണറ്റിൽ ഒരു വെള്ളമില്ലാത്ത കിണർ കണ്ടു. അതിൽ അതിവിചിത്രമായ വലിയ ഒരു ഒന്നിനെ കണ്ടപ്പോൾ അവർ അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛനാരാ? ശ്രീകൃഷ്ണ ഭഗവാൻ. കൃഷ്ണനോട് ചെന്ന് പറഞ്ഞു, ദാ ഇതിലൊരു വിചിത്ര ജീവി. ഉടനെ കൃഷ്ണൻ വന്ന് നോക്കി തൻ്റെ കൈകൾ നീട്ടിയപ്പോൾ ആ ഓന്ത് തൻ്റെ കൈകളിൽ കയറിയിരുന്നു. ഭഗവത് സ്പർശനം ലഭിച്ചതോടുകൂടി ഓന്ത് തൻ്റെ ദേഹം ഉപേക്ഷിച്ച് ഒരു ദിവ്യസ്വരൂപിയായി മാറി. ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാനെ, ഞാൻ ഇന്ന വ്യക്തിയായിരുന്നു എന്ന് കഥകളെല്ലാം ഓന്ത് പറഞ്ഞു കൊടുത്തു. ഇതാണ് ഞാനെന്ന ഭാവം ദാനത്തിൽ വന്നാൽ അത് പതനമായിരിക്കും. ആ പതനം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നാം ഉത്കൃഷ്ടമായ വിധത്തിൽ വേണം ദാനം ചെയ്യാൻ. ദാനത്തിൽ ഞാനെന്ന ഭാവം വന്നാൽ ചെയ്യുന്ന കർമ്മം ദുഷിക്കും. സ്ഥാനത്തിനും സ്വർഗഭോഗത്തിനും നമ്മൾ ചെയ്യുന്നതും സ്വാർത്ഥകർമ്മം നമ്മെ തീർച്ചയായിട്ടും പതിപ്പിക്കുക മാത്രമേ ചെയ്യുക.